ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഇല്ലാത്ത മനുഷ്യരില്ല അല്ലേ? നമ്മുടെ ഈ ചാനലിന്റെ കമന്റ് ബോക്സ് എടുത്താൽ ഉസ്താദേ ഇന്ന പ്രശ്നമുണ്ട്, ഇന്ന രോഗമുണ്ട്, ഇന്ന ബുദ്ധിമുട്ടുണ്ട്, പൈസ കിട്ടാനുണ്ട്, പൈസ കൊടുക്കാനുണ്ട് എന്ന് തുടങ്ങിയുള്ള നൂറുകണക്കിന് സങ്കടങ്ങളുടെ, നൊമ്പരങ്ങളുടെ, ആവലാദികളുടെ, വേവലാദികളുടെ വലിയൊരു ഭാണ്ഡം കാണാം, വലിയൊരു ലിസ്റ്റ് തന്നെ നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന 6 ദിക്റുകൾ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒറ്റ ഇരുപ്പിൽ നിങ്ങൾ ചൊല്ലി തീർത്താൽ നാളെ ഉണരുന്നതിന് മുമ്പ്, ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ സന്തോഷ വാർത്ത കേട്ടുകൊണ്ടായിരിക്കും എഴുന്നേൽക്കുക. സന്തോഷത്തിന്റെ റിസൾട്ട് നിങ്ങൾ കിട്ടുമെന്ന് മഹാരഥന്മാർ ഉറപ്പിച്ച് പറഞ്ഞ മുജറബായ അമലായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന അത്ഭുതത്തിന്റെ ചില പ്രാർത്ഥനകളെ പറ്റി, ചില ദിക്റിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഉറപ്പായും അനുഭവസ്ഥർ ഏറെയാണ്. ഇത് ചൊല്ലിയാൽ വിചാരിച്ച കാര്യം ഹലാലായ കാര്യമാണെങ്കിൽ അത് നടക്കുമെന്ന് ഉറപ്പ്. അള്ളാഹു അതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് പഠിക്കാനും പകർത്താനും പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, അള്ളാഹു നമ്മുടെ ഇരുത്തവും പറയലും കേൾക്കലുമെല്ലാം ഒരു സൽപ്രവർത്തനമാക്കി കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ഒരു സന്ദേശവും ആശയവുമാണ് നമുക്കുള്ളത്. നീട്ടി പരത്തി ഒന്നും പറയണില്ല. വളരെ ചുരുങ്ങിയ സമയം നമുക്ക് നല്ല കാര്യം കുറഞ്ഞ് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു ഭാഗ്യം തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം അത് അള്ളാഹു നമുക്ക് തന്ന ഒരു ഔദാര്യം. ആ ജീവിതത്തിന്റെ നെട്ടോട്ടത്തിനിടയിൽ പല ആഗ്രഹങ്ങൾ നമുക്കുണ്ട്, പല ആവശ്യങ്ങളുണ്ട്, പല രോഗങ്ങളുണ്ട്, പല ബുദ്ധിമുട്ടുകളുണ്ട്, പല പ്രയാസങ്ങളുണ്ട്. ആരോടും പറയാൻ കഴിയാതെ ഉള്ളിലൊതുക്കുന്ന ചില സങ്കടങ്ങളും നമുക്കുണ്ട്. അള്ളാഹിനോടല്ലാതെ ആരോടും പറയാതെ ഉള്ളിലൊതുക്കുന്ന ഭാര്യ, ആരോടും പറയാൻ കഴിയാതെ ജീവിതത്തിന്റെ വലിയ സങ്കടങ്ങൾ ഒതുക്കുന്ന ഭർത്താക്കന്മാർ, അങ്ങനെ തുടങ്ങി ഒരുപാട് സങ്കടങ്ങളുടെ, നൊമ്പരങ്ങളുടെ അനുഭവ കഥകൾ നമുക്ക് പറയാനുണ്ട്. പലരും ചോദിച്ചു ഉസ്താദേ ഇന്ന ആഗ്രഹം നടക്കാനുണ്ട്, രോഗം മാറണം, അല്ലെങ്കിൽ പൈസ കിട്ടാനുണ്ട്, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ, ഇന്ന രോഗമാണ്, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച പല കമന്റുകൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ചോദിച്ച കുറേ കമന്റുകൾ കണ്ടതിന്റെ പേരിലാണ് ഇന്ന് ഈ വീഡിയോ നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത്. അള്ളാഹു ഇതിനു വേണ്ടി പരിശ്രമിച്ചവർ, മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവർ, ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുആകൾക്ക് ഈ വീഡിയോയിൽ ഒരു പ്രത്യേകതയുണ്ട്. അനുഭവസ്ഥർ ഏറെയാണ്. മഹാരഥന്മാരാകുന്ന മുൻഗാമികൾ, സ്വാലിഹീങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന വലിയ അത്ഭുതത്തിന്റെ ഒരു ഇസ്മുകളാണ് ഈ പറയുന്ന പ്രാർത്ഥനകൾ, ദിക്റുകൾ. നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഒറ്റ ഇരുപ്പിലിരുന്ന് 33 തവണ വെച്ച് നിങ്ങൾ ചൊല്ലിയാൽ നാളത്തെ പ്രഭാതം നിങ്ങൾക്ക് ഇത് അനുകൂലമായ റിസൾട്ടുമായിട്ടാണ് പ്രഭാതം വരിക എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന അത്ഭുതത്തിന്റെ കാര്യം. അത്ഭുതത്തിന്റെ ഇസ്മുകളെ പറ്റി നമ്മൾ പറയാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ് 6 ദിക്റുകളുണ്ട്. ഉസ്താദേ 6 എണ്ണമൊക്കെ എപ്പോഴാണ് ചൊല്ലിത്തരിക? നമുക്കറിയാവുന്ന വളരെ ചെറിയ നമ്മൾ നിത്യജീവിതത്തിൽ ചൊല്ലും. ഉസ്താദ് ഞാൻ ചൊല്ലുന്നുണ്ട്, പക്ഷെ ഇത്ര എണ്ണം നമ്മൾ ചൊല്ലുന്നുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ ചൊല്ലുന്നുണ്ടാകും, അത് ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും. അങ്ങനെ ഓരോ നിസ്കാര ശേഷമേ നമ്മൾ ചൊല്ലുന്നുള്ളൂ. ഈ സമയത്ത് ഇൻഷാ അല്ലാഹ് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പായി എപ്പോഴാണോ നമുക്ക് സമയമുള്ളത്, ഏതൊരു മനസ്സിലാണോ നമുക്ക് ആഗ്രഹമുള്ളത്, ഏതൊരു നീയത്താണോ മനസ്സിലുള്ളത് അത് മനസ്സിൽ കരുതുക. ഇപ്പൊ കടമാണ് വീടാനുള്ളത്, അല്ലെങ്കിൽ ഒരാൾ പൈസ തരാനുണ്ട്, അല്ലെങ്കിൽ വസ്തു വാങ്ങാനുണ്ട്, വസ്തു കൊടുക്കാനുണ്ട്, അങ്ങനെ എന്ത് ഹലാലായ മുറാദാണെങ്കിലും മനസ്സിലേക്കൊന്ന് കൊണ്ടുവരിക. പടച്ചവനെ, അല്ലാഹുവേ പടച്ചവൻ എന്നെ ആഗ്രഹം നടത്തി തരണം, ആ ആഗ്രഹത്തിലാണ് ഞാൻ ഈ അമൽ ചെയ്യാൻ പോകുന്നത് എന്ന നിയത്ത് വെക്കുക. വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, വെറുതെ ദിക്ർ ചൊല്ലിയും വെറുതെ ഖുർആൻ ഓതിയിട്ടും കാര്യമില്ല. നിസ്കാരം ഉണ്ടാവും, നിസ്കാരം ഫർളാണ്. ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളാണെങ്കിലും ഒന്നാമതും രണ്ടാമതും നമ്മൾ അല്ലാഹുവിലേക്ക് ചോദിക്കാൻ കഴിയുന്ന, നമ്മൾ നിത്യജീവിതത്തിൽ ചേർത്ത് പിടിക്കുന്ന ഒരേ ഒരു അമൽ അത് നിസ്കാരമാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തുള്ളൂ. അപ്പൊ നിസ്കരിക്കേണ്ട, ഇത് ചെയ്താൽ മതി എന്ന് തെറ്റിദ്ധരിക്കരുത്. നിസ്കാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലാഹു നിർത്താൻ ഭാഗ്യം തരട്ടെ. അപ്പൊ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് എപ്പോഴാണെങ്കിലും നമ്മൾ ചൊല്ലാനുള്ള മഗ്രിബ് നമസ്കാരം ഹദ്ദാദ് ഓതുന്നവരുണ്ടാകും, വാഖിയ ഓതുന്നവരുണ്ടാകും, മുൽക്ക് ഓതുന്നവരുണ്ടാകും, യാസീൻ ഓതുന്നവരുണ്ടാകും. അങ്ങനെ തുടങ്ങിയ ചെറിയ ചെറിയ സൂറത്തുകളും ആയത്തുകളും അതുപോലെ ദിക്റുകളൊക്കെ ചൊല്ലുന്നവരുണ്ട്. അതെല്ലാം ചൊല്ലിയതിനു ശേഷം, അതൊന്നും മാറ്റി വെക്കണ്ട, അതെല്ലാം ചൊല്ലിയതിനു ശേഷം ഒരൊറ്റ ഇരുത്തത്തിൽ ഇത് തുടങ്ങിയാൽ പിന്നെ ആ 2 ദിക്ർ പിന്നീട്, 2 എണ്ണം പിന്നീട് അങ്ങനെ ചൊല്ലാൻ പറ്റൂല. ഇതിന്റെ യഥാർത്ഥ ക്രമം, അതിന്റെ രീതി മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നത് ഈ 6 ദിക്റും ഒറ്റ ഇരിപ്പിൽ ചൊല്ലണമെന്നാണ്. വളരെ ചെറിയ ദിക്റാണ്, പക്ഷെ അതിന്റെ പവർ വല്ലാത്തതാണ്. 6 ദിക്റുകൾ ഒരെണ്ണം 33 തവണ വെച്ച് നമ്മൾ ഇത് ചൊല്ലിയിട്ട് അവസാനം അള്ളാഹുവിലേക്ക് നമ്മൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങൾ അള്ളാഹു മാറ്റിത്തരുമെന്നാണ്. ആദ്യം നിയത്ത് വെക്കുക, പടച്ചവനെ എന്റെ ഏതൊരു ഉദ്ദേശമാണോ നമ്മുടെ മനസ്സിൽ, വിദേശത്തുള്ളവരുണ്ട്, അങ്ങനെ എന്താഗ്രഹം ഉണ്ട്, വിശദീകരിക്കുന്നില്ല, സമയം വളരെ കുറവാണ്. ഈ കാര്യം മനസ്സിൽ കരുതിയിട്ട് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനകളെല്ലാം ചൊല്ലി ഓതേണ്ട ദിക്റുകളും ഖുർആനുകളൊക്കെ ഓതിയതിനു ശേഷം ആദ്യമായി നമ്മൾ ചൊല്ലാനുള്ള ഒന്നാമത്തെ ദിക്ർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അറിയാവുന്ന ദിക്റാണ്. ഇതായിരുന്നു ഉസ്താദേ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ദിക്റുകൾ. പക്ഷെ അതിന്റെ ഒരു രീതിയുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് ഒരു രോഗം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും?
ഒരു ഉദാഹരണത്തിന് എന്താ പറയാ, ഒരു പനി വന്നു, ഒരു ജലദോഷം വന്നു. അപ്പൊ നമ്മൾ വീട്ടുകാർ പറയും, ഉമ്മ പറയും, അല്ലെങ്കിൽ വാപ്പ പറയും, എടാ ആവി പിടിക്കാൻ പറയും. ആവി പിടിക്കാൻ പറയും. അത് എങ്ങനെ പിടിക്കണം? വെറുതെ നമ്മൾ കൊണ്ടൊന്നും ഇങ്ങനെ കാണിച്ചാൽ പറ്റില്ല. നമ്മൾ അതിന്റെ പുട്ടുകൂടെ എടുത്ത്, അല്ലെ, ഒരു പാത്രം എടുത്ത്, അല്ലെങ്കിൽ ആവി പിടിക്കുന്ന മെഷീൻ എടുത്ത് നമ്മൾ കറണ്ടിൽ കുത്തി വെള്ളം നിറച്ച് പുതപ്പിട്ട് മൂടി ആവി മുഴുവൻ നമ്മൾ ഇങ്ങനെ മൂക്കിലേക്കും വായിലേക്കും ഇങ്ങനെ കയറ്റുമ്പോൾ ആവി പിടിക്കലായി. അപ്പൊ ഓരോ കാര്യവും ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. ഓരോ മരുന്നും അങ്ങനെ തന്നെയാണ്. അപ്പൊ അറിയാവുന്ന ദിക്റുകളെല്ലാം കൂടിയുള്ള ഒരു കഷായമാണ്. അത് എങ്ങനെ സേവിക്കണമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളത് പറയാം. ഒന്നാമത്തത് അസ്തഗ്ഫിറുല്ലാഹിൽ അലീം. എത്ര വട്ടം? 33 വട്ടം ചൊല്ലി. അതിനുശേഷം രണ്ടാമത്തത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇത് നമ്മൾ ചിലപ്പോഴും ചൊല്ലുന്നത് സുബ്ഹാനല്ലാഹ് വേറെ, അൽഹംദുലില്ലാഹ് വേറെ, അല്ലാഹു അക്ബർ വേറെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വേറെ, അങ്ങനെ പലതായിട്ടാണ് ചൊല്ലുന്നത്. അങ്ങനെയല്ല, ഒറ്റ ഇതായിട്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. എത്ര വട്ടം? 33 വട്ടം. രണ്ടെണ്ണം ആയില്ലേ? മൂന്നാമത്തത് മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പടച്ചോനെ, നീ അല്ലാതെ ഒരു കഴിവുമില്ല, നീയാണില്ല. അപ്പൊ എത്ര എണ്ണമായി? 3 എണ്ണം. നാലാമത് 33 തവണ ചൊല്ലണം. നാലാമത് ദിക്ർ ഒരു സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. ഏറെ അജബ് നിറഞ്ഞ, അത്ഭുതം നിറഞ്ഞ സ്വലാത്താണ്. ഏതാണ്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. എത്ര വട്ടം? 33 വട്ടം. അപ്പൊ എത്ര എണ്ണമായി? എണ്ണം ഉണ്ടോ മനുഷ്യരെ? 4 എണ്ണമായില്ലേ? അഞ്ചാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ഇത് എത്ര വട്ടം? 33 വട്ടം. 5 എണ്ണമായി. ആറാമത്തത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഈ 6 ദിക്റുകളും അറിയാത്തവരാരും തന്നെ ഉണ്ടാവില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളിത് പലപ്പോഴും പല സമയത്തും പല എണ്ണത്തിൽ 11 ചൊല്ലുന്നവർ, 10 എണ്ണം ചൊല്ലുന്നവർ, 3 എണ്ണം ചൊല്ലുന്നവർ, ഈ 33 എണ്ണം നമുക്കറിയില്ല, ഇല്ലേ? എന്നാൽ ചൊല്ലിക്കോളിൻ. ഈ 6 ദിക്ർ ഏതൊക്കെയാണ്? അസ്തഗ്ഫിറുല്ലാഹിൽ അലീം, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ, സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഈ 6 ദിക്ർ നമ്മൾ 33 വട്ടം ചൊല്ലിയതിനു ശേഷം നമ്മൾ അവസാനം ഈ 6 എണ്ണം ചൊല്ലി കഴിഞ്ഞിട്ട് ഒരു സ്വലാത്തുൽ ഫാത്തിഹ. അത് അറിയാലോ. അത് ആ സ്വലാത്ത് 3 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുക. 3 സ്വലാത്തുൽ ഫാത്തിഹ. അതാണ് സ്വലാത്ത്. അതാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി ഹഖ ഖദരിഹി വമിഖ്ദാരി ഒന്നുകൂടി കേട്ടോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ അന്നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി ഹഖ ഖദരിഹി വമിഖ്ദാരിഹിൽ അലീം. ഇത് 3 വട്ടം ചൊല്ലിയിട്ട് അല്ലാഹുവിന്റെ ദർബാറിൽ അല്ലാഹ് നീ എനിക്ക് ഉത്തരം തരും എന്ന പ്രതീക്ഷയോടെ, ഉറപ്പോടെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, വാപ്പമാരെ, സഹോദരങ്ങളെ, ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചൊല്ലിയിട്ട് നിങ്ങൾ ഒളവോടുകൂടി ആ കിടക്കപ്പായിലേക്ക് വന്ന് ഉറക്കത്തിൽ പാലിക്കേണ്ട മര്യാദകളും ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് കിടന്നുറങ്ങിക്കോളി. ഇൻഷാ അല്ലാഹ് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ, സ്വാലിഹീങ്ങൾ, സലഫ് സ്വാലിഹീങ്ങൾ നമുക്ക് രേഖപ്പെടുത്തി തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നാളത്തെ പകലിൽ അത് അല്ലാഹുവിന്റെ വഴികൾ തുറന്നു തരാതിരിക്കില്ല എന്ന് ഉറപ്പിച്ച് മഹാരഥന്മാർ പറഞ്ഞ അത്ഭുതത്തിന്റെ ദിക്റുകളാണ് നമ്മൾ പഠിച്ചത്.